ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്കൊരു പേരയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിനൊന്ന് പേരയ്ക്ക മസാല രീതിയിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണേ. അതിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും ഒന്ന് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് ദാണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നടുകിനെ ഒന്ന് കീറിയെടുക്കണം കേട്ടോ. 4 ഭാഗത്തു നിന്നും നല്ലപോലെ നടുകിനെ ഒന്ന് കീറിയെടുക്കണം. ഫുള്ള് കീറാതെ ഹാഫ് പകുതിയായിട്ട് കീറിയെടുക്കണേ. അങ്ങനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തതാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്തതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇതിനുള്ളിലാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഉള്ളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കത്തിയില്ല, ആ കത്തി വെച്ച് തന്നെ ദാണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയൊക്കെ തറയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ മസാലേൻ്റെ ഇതൊന്ന് അകത്തോട്ടൊന്ന് പിടിക്കും കേട്ടോ. മുളക് പൊടി ഉപ്പും ഒന്ന് ഉള്ളിലോട്ടൊന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി. അങ്ങനെ ആ മസാല എല്ലാം നല്ലപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ദാണ്ട മസാല എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണം. ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണേ. നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്കൊന്ന് എടുത്തു നോക്കാം. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ മസാല ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആണ്ട് നമ്മളതിൽ നിന്നൊരു പീസ് എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.